ലുലു മാൾ വരെ പോയാലോ? മാളി വരുമ്പോൾ നമ്മൾ കൂടുതലും പോകുന്ന സ്പോട്ടിൽ തന്നെയാണ് പോയത്, ഹൈപ്പർ മാർക്കറ്റിൽ. ഗൈസ്, നമുക്ക് ലുലുവിൽ ചെറിയൊരു ഷോപ്പിംഗ് നടത്താം. നമ്മുടെ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചേക്കുന്നത്. അപ്പം അമ്മയുണ്ട് കൂട്ടത്തിൽ. അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര രസമുണ്ടെന്ന്. എവിടെ ചെന്നാലും എൻ്റെ പണി കൂടുതലും ഈ ട്രോളി ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. അമ്മയും അച്ഛനും പിന്നെ ഞാനും ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ടുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഞാനും അമ്മയെ സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഓണച്ചന്ത പോലത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കേശുവേ, കേശുവേ, ഇവിടെ 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 ഞാനാ വിളിച്ചേ. ഉണ്ണിയെടുക്കുവാ, പിടിച്ചോ പിടിച്ചോ വാ. കേശു പതിവ് പോലെ തന്നെ വണ്ടിയെ കയറി ഇരിപ്പുണ്ട്. കയ്യിലൊരു കൂടുണ്ട്. ഞാനാണ് അവൻ്റെ ഡ്രൈവർ. ഓണത്തിന്റെ ഭയങ്കര തിരക്കാണ് ഗൈസ്. സോ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടിങ്ങനെ നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു. ഓണച്ചന്ത നമ്മൾ കണ്ടില്ലേ, അതുപോലെ തന്നെ പായസമേളയുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പായസം. ഇപ്പം നിങ്ങൾ വരുവാണെങ്കിൽ പായസം കുടിക്കാം, കാരണം ഓണത്തിൻ്റെ ഓഫറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് പായസമേളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ പായസം ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. സോ ഓരോ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാനും. ആ വഴി അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കണ്ടൊരു സാധനമാണ് കേട്ടോ, ഇതുപോലെ ഈ ചീസ് കേക്ക്സ് പോലത്തെ സാധനങ്ങൾ. അപ്പോൾ ഇത് പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. 250 രൂപയാണ് ഒരെണ്ണത്തിന് വില. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇനി വാങ്ങിച്ചിട്ട് കൊളായ വെറുതെ പൈസ പോലെന്ന് വിചാരിച്ച് വാങ്ങിച്ചില്ല കേട്ടോ. നമുക്ക് പനീർ വാങ്ങാൻ പോവാം. സോ പനീർ നമുക്ക് വേണം. സോ അങ്ങനെ നമ്മൾ നോക്കി വന്ന പനീർ കിട്ടി കേട്ടോ. നമ്മളപ്പം മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു പനീർ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒത്തിരി പനീറൊന്നും വേണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് ചെറിയൊരു പനീറാണ്. സോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ബില്ലിംഗ് ഒക്കെ ചെയ്ത് എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇതെല്ലാം വണ്ടിക്കകത്ത് കെട്ടണം. സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. സോ ബൈ.